രാത്രിയിൽ കുടിക്കാൻ ആൻറ്റിബയോട്ടിക്കും 1-2 ഗുളികയും മരുന്നും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം അവൾ ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ മേശപ്പുറത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഓളാണെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട വെച്ച് എനിക്ക് വായിക്കും ഒന്നും രുചിയും ചോയും പുളിയും ഒന്നും കിട്ടണില്ല, എനിക്ക് ഒരു ഫുഡും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കി, പിന്നെ 2 ദോശ, രാവിലത്തെ ദോശമാവ് ഉണ്ടായിരുന്നേ, അപ്പോൾ വേഗം അതും ചുട്ടിട്ട് കൊടുക്കണം. കറി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ നല്ല മാങ്ങൻ്റെ അച്ചാർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കാണെങ്കിൽ കട്ടൻ ചായ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ അമ്മച്ചി വാരി തരാറപ്പം ഒന്നും കൂടി സന്തോഷമായിട്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഞാൻ വാരി കൊടുക്കുക അറിയുമ്പോൾ വാരി തരാമെന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഓളത് ഇരുന്ന് ആ 2 ദോശയും പിന്നെ ഒക്കെ ആ ചരൽ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ വേഗം മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴാണ് മോളും ഹസ്ബൻഡും ഐറൂസൊക്കെ വന്നത്. ഐറൂസിന് 2 ദിവസമായിട്ട് ഇങ്ങനെ ചെറിയൊരു പനി വരും പോവും ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതാ കുറച്ച് അധികം തന്നെ ചൂടൊക്കെ വന്നു, പിന്നെ കഫക്കെട്ടും പനി പോലെയൊക്കെ വന്നപ്പോൾ അതാ മോളൂനും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഓക്കാണെങ്കിൽ ഐറൂനാണ്ട് നോക്കാൻ പറ്റുന്നില്ല, ഓക്ക് പനി ചെറുതായിട്ട് ഇങ്ങനെ വന്നപ്പോൾ അപ്പം ഓളിവിടെ കൊണ്ടാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ പോയിട്ട് നമുക്ക് ഡോക്ടറെയും കാണിക്കാമെന്ന് പറഞ്ഞു. വന്ന പാടതാ ഞാൻ മോളൂൻ്റെ ഹസ്ബൻഡിന് കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അവൾ കൊണ്ടുവന്ന ശർക്കര മുട്ടായും പിന്നെ എന്തോ 1-2 ടൈപ്പ് ബിസ്ക്കറ്റും എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്നൊക്കെ കുടിച്ചതിൻ്റെ ഉഷാറാണ് ഇതുമ്മൂനും. ഐറൂസാണെങ്കിൽ വന്ന പാടേൻ്റെ ഒക്കത്ത് കയറി കുത്തുന്നതാണ്, പിന്നെ ഇറങ്ങണില്ല. അപ്പോൾ 2 ദോശയൊക്കെ ചുട്ട് കൊടുത്തപ്പോൾ ഓന്തവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ പകുതി പനിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നാളെ നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. മോളൂൻ്റെ ഹസ്ബൻഡിന് കൊണ്ടുപോയ ചായയാണ് മധുരം കുറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചായയിൽ മധുരം അങ്ങോട്ട് വീഴുന്നില്ല. എന്തായാലും കുറച്ചും കൂടി മധുരമൊക്കെ ഇട്ട് കൊടുത്തയച്ചു. ചായയൊക്കെ കുടിച്ചു അപ്പം തന്നെ തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സൗണ്ടൊക്കെ ഇട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വന്നു. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ മൂപ്പര് കിടന്ന് ഉറങ്ങും കേട്ടോ. ഇവിടുന്ന് ഐറൂസിൻ്റെ സൗണ്ട് ഇട്ട് എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ മോളിൻ്റെ ഒരു പൂതി എനിക്കൊരു ചായ ഉണ്ടാക്കി തരും, ഞാൻ ഈ ബിസ്ക്കറ്റ് കുത്തി കഴിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ മോളിന് ഇതാ നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കി. ചായ കണ്ടാൽ പിന്നെ എനിക്കും വേണമല്ലോ, ഞാനൊരു ഗ്ലാസ് ചായ എനിക്കും ഉണ്ടാക്കി. അങ്ങനെ ഞാൻ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് ഞാനിതാ ഐറൂസും ഇതും ഒക്കെ മേലെ കഴുകി വന്നിട്ടുണ്ട്. മോളും ഇതാ അവിടെ വന്ന പാടാൻ കിടന്നിട്ടുണ്ട്. ഇതുവരെ ഐറൂസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഓള് അങ്ങനെ നല്ല ഉഷാറിലിങ്ങനെ നടക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ ഓക്ക് ഭയങ്കര ക്ഷീണം, എന്നെ കണ്ടതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ പിന്നെ അവളെ വിളിച്ചോണ്ടാനും നിന്നില്ല. ഐറൂസാണ് ഇവിടെ എത്തിയപ്പം എല്ലാ ക്ഷീണവും മാറി പൂർവാധികം ശക്തിയോടെ കളിക്കുകയാണ് കേട്ടോ. സമയം കണ്ട 1 മണി, നട്ടപ്പാതിൽ 1 മണിയാണ് മക്കളെ. എപ്പോഴാണ് ഉറങ്ങുക എന്നൊന്നും ഒരു പിടുത്തമില്ല. ഇവിടെ കുറച്ച് ഭയങ്കര കളിസോയിലാണ് അവന്. എന്തായാലും നമുക്ക് പിന്നെ കുറച്ച് നേരം കൂടെ ഒക്കെ ഇരുന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.